അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇതാണ് അപ്പോൾ 15-ാം ദിവസത്തെ നോമ്പ് തുറ. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ എങ്ങനെയാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക, നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലെ പറ്റൂലല്ലോ. ക്യാരറ്റ് പോള, കടലക്ക പോള, പെട്ടിപ്പത്തിൽ, ഉന്നക്കായ, കട്ട്ലറ്റ്, ചിക്കൻ റോൾ, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഈത്തപ്പഴം, പിന്നെ 2-3 ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നാസ്തയും ഗംഭീരമായിരുന്നു. അപ്പം നമ്മുടെ 16-ാം ദിവസത്തെ നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 16 എന്ന് പറയുമ്പം ഇന്നലെയാണെങ്കിൽ നമുക്ക് ഉസ്താദിന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാ മാസവും ഒരു ദിവസം ഉസ്താദിന്, പള്ളിയിൽ ഉസ്താദിന് ഭക്ഷണം കൊടുക്കണം. ആ ഒരു ദിവസമാണ് ഇന്നലെ. അപ്പോൾ 2-3 തരം ചായക്കടികളും, പിന്നെ ഉസ്താദിന് ഒറോട്ടിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒറോട്ടി തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇത് സാധാ ചിക്കൻ കറിയാണ്. ഇതിൽ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഇല്ല. മല്ലിയും മുളകും കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പം ഒറോട്ടിയുടെയും ചിക്കൻ കറിയുടെയും ആ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. 2 ചായക്കടികൾ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് നോക്കാം. ഒറോട്ടിയുടെ ലിങ്ക്സ് 2-3 ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇത്രേ ചിക്കൻ കറിയിൽ പണിയുള്ളൂ. ഒറോട്ടിയും ചിക്കൻ കറിയും കുറച്ച് നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെച്ചു. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ആയി. പിന്നെ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് ചായക്കടിയിലേക്ക് കടന്നത്. അപ്പം ചായക്കടിയായിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയത് ഹാഫ് മൂണാണ്. ഹാഫ് മൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാഹിക്കാരുടെ കോയടയുടെ ആ ഒരു ഷേപ്പാണ്, മധുര കോയടയുടെ ഷേപ്പാണ്. പക്ഷേ ഞാനിപ്പം മധുരത്തിലല്ല ഉണ്ടാക്കിയത്, കുറച്ച് ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അത് നമുക്ക് നോക്കാം. ഹാഫ് മൂണിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മൈദ കുഴച്ചെടുക്കുന്നത് പോലെയല്ല, ഞാനിതിപ്പം മാറ്റിയാണ് കുഴച്ചെടുത്തത്. കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബട്ടറും നല്ല നെയ്യോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം 1 കപ്പ് മൈദക്ക് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് കുഴച്ചെടുത്തിട്ട് സ്പൂൺ കൊണ്ട്, കൈ കൊണ്ടൊന്നും കുഴക്കാൻ പറ്റില്ല, സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നമ്മൾ വാട്ടിപ്പത്തലിന് പൊടി കോരട്ടി എടുക്കുന്നില്ല, അതേപോലെ തന്നെ അങ്ങനെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ പൊടിയൊന്നും കാണാതെ, പൊടികളായിട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണമെങ്കിൽ കുറച്ച് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് കുഴച്ചെടുക്കാം. ചെറിയ ചൂടൊക്കെ ഉണ്ടാവും, എന്നാലും നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെക്കാം. അപ്പം ഞാനിപ്പം ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇത് ഡബിൾ സൈസൊന്നും ആവില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു വലിയ മാവിനെ പരത്തിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഇതിന് 2-3 ബോളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പേ ഞാനിപ്പോൾ ഒരു മസാല കൂട്ട് തയ്യാറാക്കുകയാണ്. ഇത് മയോണൈസിലേക്ക് കുറച്ച് ഉള്ളി, ക്യാരറ്റ്, കക്കിരി, കാബേജ് എന്നിവ കട്ട് ചെയ്തിട്ട് മിക്സാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ മസാല തന്നെയാണ്. മസാല ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് പിച്ചിയെടുത്തിട്ട്, അതായത് മിക്സിയിലൊന്ന് മിൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല കൂട്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൊടിയൊക്കെ തൂവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വലിയ തിക്നെസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കാട്ടിലും കുറച്ച് നേർമയായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു റൗണ്ട് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടിഫിനാണ് എടുത്തത്. അത് വെച്ചിട്ട് നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്കൊരു 3 കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് ഒരുമിച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയതായിട്ട് പരത്തിയെടുക്കുന്നത്. ഇത് കുഴച്ചിട്ട് പരത്താനും നല്ല സോഫ്റ്റാണ്, അതുപോലെ പൊരിച്ചിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമ്മുടെ കോയട എന്ന് പറയുന്നത്, മധുര കോയട എന്ന് പറയുന്നത് നല്ല ക്രിസ്പിയാണ്. മൈദയും കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട്, സാധാ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ആ ക്രിസ്പി അങ്ങ് പോവില്ല. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ മയണൈസ് ആ ഒരു മിക്സ്
ഈ ഒരു പത്തിലിൻ്റെ ഈ ഒരു പൂരിയുടെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തടവാം. കാരണം ഇത് ഒട്ടിക്കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തടവിയിട്ട് മടക്കിയിട്ട് ഒരു മൂണിൻ്റെ ഷേപ്പിൽ ഒരു കൊയടയുടെ ഷേപ്പാക്കിയെടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അഥവാ ഇത് പ്രസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ മൈദ കുഴക്കുന്നത് പോലെയല്ല, ഇതിപ്പം ചൂടുവെള്ളത്തിലല്ലേ കുഴച്ചത്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് വെള്ളം കൊണ്ടൊന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡിൽ പൊതിഞ്ഞിട്ടിങ് എടുക്കാം. അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് എത്ര വേണോ അത്രയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നന്നായി ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് 1 2 ഒക്കെ ഇട്ട് കൊടുക്കാം. വലിയ ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ച് അധികം ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിനിടയിൽ ഞാനിപ്പം മയണൈസിൻ്റെ മിക്സറിലത് കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് മാത്രം വെച്ചിട്ട് അങ്ങനെയും ഹാഫ് മൂൺ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു 5-6 എണ്ണം മാത്രം. അങ്ങനെ നമുക്ക് അതും കൂടെ ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മൊരിയാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി വെന്തിട്ടുള്ള മൈദയാണ്, പിന്നെ ബ്രെഡ് ക്രംസുമാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായി 2 ഭാഗവും ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ചാണ്. അപ്പം അതുണ്ടാക്കാനായിട്ട് ബ്രെഡ് ഇതേപോലെ നടുഭാഗം ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 എണ്ണം വെച്ചിട്ട് കത്തി കൊണ്ട് നടുഭാഗത്തൊന്നങ്ങ് കട്ട് ചെയ്യാം. ഇതേപോലെ ബോക്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനിപ്പം കുറച്ച് ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് ആക്കിയിട്ട്. ഈ ബോക്സിലേക്ക് മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ട് മറ്റേ മൂടി വെച്ചിട്ട് അങ്ങ് മൂടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരട്ടെ. ഈ സമയം 3 മുട്ട ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില അരിഞ്ഞിടാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഹോള് വരുന്ന ഭാഗത്ത് മാത്രം മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുട്ട അങ്ങ് പുറത്തേക്ക് ഒലിച്ച് പോവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് നല്ല പരന്നിട്ടുള്ള ഒരു തവ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ മുട്ടയുടെ മുകളിലായിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ചിക്കൻ്റെ മസാല, ഏതെങ്കിലും ഒരു മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ചീസ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ടുള്ള ആ നടുഭാഗം ഉണ്ടല്ലോ, അത് മുട്ടയിലേക്കൊന്നങ്ങ് മുക്കിയിട്ട് മുട്ട മുക്കിയ ഭാഗം അങ്ങ് അമർത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ നമ്മളെല്ലാം ഫിൽ ചെയ്യുന്ന സമയത്തേക്കും അടിഭാഗം നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് വരും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കാം. കുറേ എണ്ണയൊന്നും ഒഴിക്കണമെന്നില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് ഇത് 2 ഭാഗവും മൊരിച്ചെടുത്ത് നമുക്ക് പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ നോമ്പ് തുറക്കാനായിട്ട് കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണ്. ഇപ്പോൾ വെക്കേഷനാണ്, എന്നാലും സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്നാക്സായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണിത്. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒറോട്ടി റെഡി ആയിട്ടുണ്ട്, കറികൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എല്ലാം ഓരോ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കാണിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹാഫ് മൂൺ കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മയണൈസും ചിക്കനും കൂടെ വന്നപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഉസ്താദിൻ്റെ ടിഫിനും വന്നു. അതിലേക്കും എല്ലാം അങ്ങ് ഫിൽ ചെയ്ത് കൊടുത്തു. ഒറോട്ടിയും കറിയും സ്നാക്സും പിന്നെന്താ ചായ, ജ്യൂസ് മാംഗോ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ബോട്ടിലിലേക്ക് ഇട്ടു. അങ്ങനെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നോമ്പ് തുറ ആശംസിക്കുന്നു. ഇന്ന് ബദരീങ്ങളുടെ ദിവസം കൂടിയാണ്. അപ്പം ഇന്നത്തെ നോമ്പ് തുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഐമുൻസ്.